SFI നേതാവ് ശിവപ്രസാദിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് നല്ല രസകരമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അതായത് പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ ബാർട്ടർ സിസ്റ്റം ഇപ്പോഴും ഉണ്ടെന്ന്. അതായത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിലുള്ളവരെ എല്ലാം BJP-യിലോട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റം, അതായത് ഒരു ബാർട്ടർ സിസ്റ്റം ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്നു. നമുക്കിപ്പം ഏറ്റവും അവസാനമായിട്ട് ഇതേ ഇപ്പം സണ്ണി ജോസഫിന്റെ അനിയൻ VJ ഷാജി പോയിരിക്കുന്നു. BJP വേദിയിൽ വന്നു. അപ്പൊ എന്തായാലും BJP വേദിയിൽ വരണമെങ്കിൽ ചുമ്മാ അതങ്ങ് വരത്തൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ നോക്കുമ്പം ഈ പോസ്റ്റും അതും കൂടെ നമുക്ക് കമ്പയർ ചെയ്തൂടെ? തീർച്ചയായിട്ടും ഇതിനകത്ത് വരുന്നൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ശിവപ്രസാദ് പറഞ്ഞിരിക്കുന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ്. ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞിപ്പം ഉദാഹരണങ്ങൾ സഹിതം പറയുകയാണ്. ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ആദ്യം പറഞ്ഞിരിക്കുന്നത് AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ BJP-ക്ക് കൊടുത്തു. K കരുണാകരന്റെ മകളും മുരളീധരന്റെ സഹോദരിയായ P പത്മജയെ കൊടുത്തു. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിമാർ രണ്ടുപേരുടെ മക്കൾ ഇന്ന് BJP-യിലാണ്, കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ UDF മുഖ്യമന്ത്രിമാരുടെ. അപ്പൊ അതിനെ ബാർട്ടർ സിസ്റ്റം എന്ന് വേണേൽ വിളിക്കാം. കാര്യം അവർക്ക് അതിൽ നിന്ന് കിട്ടിയ ഒരാളെന്ന് പറഞ്ഞാൽ സന്ദീപ് വാര്യരാണ്. സന്ദീപ് വാര്യരെ പാർട്ടി കിട്ടുകയും ചെയ്തു. ഈ പലയിടങ്ങളിലും VD സതീശൻ പറയുന്ന പോലെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഞങ്ങൾക്ക് സഹാക്കന്മാരെയും വീണ് കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോഴും ഒരു ഇളക്കം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള, കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നേതാവിനെയും കൊണ്ടുപോകാൻ ഇതുവരെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പൊ PK ശശി തന്നെ വിമതനാണ്. പാലക്കാട് PK ശശിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വിമതപ്പട കൂടി. എന്നാൽ അതിൽ PK ശശി കാണിച്ച നെറികേടിനെ ഓർത്തിട്ട് വിമതന്മാരുണ്ടായിരുന്നവർ പലരും തിരിച്ച് CPM-ലേക്ക് എത്തുന്ന സംഭവം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു നീക്കുപോക്ക് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ സംഭവം സത്യമാണ്. VJ ഷാജി എന്ന് പറയുന്ന സണ്ണി ജോസഫ് എന്ന് പറയുന്ന KPCC അധ്യക്ഷന്റെ സഹോദരൻ എന്തിനാണ് ധർമ്മടത്തെ ഇയാൾ സംഘടിപ്പിച്ച അദാലത്തിൽ, പ്രശ്ന പരിഹാരത്തിന് വേണ്ടി സംഘടിപ്പിച്ച അദാലത്തിലേക്ക് പോയത്? അതൊരു തെറ്റാണ്. തെറ്റെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലി നമ്മൾ പരിശോധിച്ചാൽ രാഷ്ട്രീയമായി തെറ്റാണ്. സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരാൾ നമുക്കറിയാവുന്ന പോലെ KPCC-യുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന ഒരാൾ. അങ്ങനെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന ഒരാളുടെ സഹോദരൻ, ഇപ്പൊ നമ്മൾ നോക്കാം, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതുമൂലം പാർട്ടിക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്നാലോചിച്ച് നോക്കും, മറുപടി പറയേണ്ടി വരും. അത് തീർച്ചയായിട്ടും മറുപടി പറയേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഗ്യാസ് ഏജൻസിയായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഗ്യാസ് ഏജൻസിയുടെ കാര്യം പല ഈ പറയുന്ന സണ്ണി ജോസഫിനോട് അതിൻ്റെ ലൈസൻസ് പുതുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടും അതിനകത്ത് തീരുമാനമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് ആ ഒരു പ്രശ്നപരിഹാരത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ സ്വന്തം പാർട്ടിയിൽപ്പെട്ട സ്വന്തം സഹോദരനെ KPCC അധ്യക്ഷൻ എന്ന് ആയിട്ടിരിക്കുന്ന, അത് സ്ഥല MLA ആയിട്ടിരിക്കുന്ന പേരാവൂരുകാരനെ സണ്ണി ജോസഫിനെ വിശ്വാസത്തിലെടുക്കാൻ സ്വന്തം സഹോദരന് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അതിന് മനസ്സിലാക്കുന്നത്. സഹോദരന് പോലും സണ്ണി ജോസഫിനെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല. നമ്മളിപ്പോൾ പേരാവൂരിൽ വീണ്ടും സണ്ണി ജോസഫ് മത്സരരംഗത്ത് ഇറങ്ങുകയാണ്. അപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് ഷൈല ടീച്ചറാണ്. അപ്പം ടീച്ചർ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. ഇത് സ്വന്തം സഹോദരന് പോലും പ്രയോജനമില്ലാത്ത ഒരാൾ അപ്പുറത്ത് ഓപ്പോസിറ്റ് UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് KPCC അധ്യക്ഷനായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു. എങ്ങനെയായിരിക്കും സണ്ണി ജോസഫിന് അവിടെ ഷൈല ടീച്ചറുടെ മേലൊരു ആധിപത്യം ഉണ്ടാക്കാൻ സാധിക്കുക? എനിക്ക് വിശ്വാസം വരുന്നില്ല. തന്നെയുമല്ല, ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ രാജ്യത്തിന്റെ ചരിത്രം തന്നെ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിക്കോളൂ. കോൺഗ്രസ്സിലെ എത്രയോ അധികം ആളുകൾ BJP-യുടെ ഭാഗമായി മാറിയിരിക്കുന്നു കോൺഗ്രസിൽ നിന്ന്. ഇപ്പം നമ്മൾ ഏറ്റവും ഒടുവിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം തന്നെ നോക്കിക്കോളൂ. ഇപ്പം തന്നെ എന്താ സംഭവിച്ചത്? പിന്നെ സണ്ണി ജോസഫിന്റെ സ്വന്തം സഹോദരൻ ഈ രാജീവ് ചന്ദ്രശേഖരന്റെ വേദിയിലേക്ക് പോകും. എന്താണ് അങ്ങനെ പോകേണ്ട ഒരു ആവശ്യം? നമ്മൾ ആലോചിച്ച് നോക്കൂ. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ തങ്ങൾക്ക് ഇങ്ങനെ ഒരു ലൈസൻസിന്റെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അത് മറ്റൊരു പാർട്ടിക്കാർ, അത് ഒരിക്കലും ഇതൊരു ഗവൺമെന്റ് അതോറിറ്റി നടത്തിയ ഒരു പരിപാടിയല്ല. ഇപ്പം നമ്മൾ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സംഭവമാണ് ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഷാജിയെ പോലെ ഒരാൾ അവിടെ പോയി പങ്കെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇനി അഥവാ വേറൊരു ഇതിലൊന്നും പെടാത്ത ഒരു രാഷ്ട്രീയ കക്ഷിയുമായി ഒരു ബന്ധമില്ലാത്ത സാധാരണക്കാർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിയിലേക്ക് ഷാജി പോയി അവിടെ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതൊരു ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള കാര്യമേ അല്ല ആ ഒരു അദാലത്ത്. ഈ ഒരു അദാലത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ വെറും പൊളിറ്റിക്കലി മൂവ് ചെയ്തതാണിത്. നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇതിലെന്താണ് പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തരം രാഷ്ട്രീയ പ്രീണന നയമാണ്.
അല്ലാതെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന നിലവിൽ പദവികളൊന്നും വഹിക്കുന്നില്ല. അദ്ദേഹം വഹിക്കുന്ന പദവി ഏതാ? അദ്ദേഹം വഹിക്കുന്ന BJP സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്ന പദവിയാണ്. ഇവിടെ നമ്മൾ ആലോചിച്ചു മുനമ്പം വിഷയം, വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുനമ്പം വിഷയം, അതിനെ എങ്ങനെയാണ് ആ സമരത്തെ BJP ഹൈജാക്ക് ചെയ്ത രീതി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ചെല്ലുന്നു മുനമ്പം വിഷയം, എന്നിട്ട് ഏറ്റവും ഒടുവിൽ മുനമ്പം വിഷയത്തിന് എന്താ ഉണ്ടായത്? കോടതി അതിന് പ്രശ്നപരിഹാരം കാണും എന്നുള്ള കാര്യത്തിലാണ് കിരൺ റിജിജു എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി പോലും അതിനോട് പ്രതികരിച്ചത്. പക്ഷെ ആ സമയത്ത് BJPക്ക് ലഭിക്കേണ്ട ലാഭം കിട്ടി എന്നുള്ളതാണ് വസ്തുത. 50-ലധികം കുടുംബങ്ങളിൽപ്പെട്ടവർ ഈ പറയുന്ന BJPയിൽ അംഗത്വം എടുത്തു കഴിഞ്ഞു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു സംസ്ഥാന അധ്യക്ഷന്റെ തന്ത്രം. ഇവിടെ അല്ലാതെ ഒന്നുകിൽ പിണറായി വിജയൻ നടത്തുന്ന തരത്തിലുള്ള അദാലത്ത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ബേസ്. ഇപ്പം നമ്മൾ നവകേരള സദസ് നടത്തി. എന്തായിരുന്നു നവകേരള സദസ്സിൽ? നേരിട്ട് വന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒരു വേദിയായിരുന്നു നവകേരള സദസ് എന്ന് പറയുന്നത്. അത് എങ്ങനെ ആരാ നടത്തിയത്? അത് അതോറിറ്റി, സർക്കാർ എന്ന് പറയുന്ന ഒരു അതോറിറ്റിയാണ് ശരിക്കും അങ്ങനെ ഒരു നവകേരള സദസ് എന്ന് പറയുന്ന ആ ഒരു സെമിനാറോ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നപരിഹാര പരിപാടിയോ നടത്തിയത്. ഇവിടെ അങ്ങനെ യാതൊരു ചാർജും ഇല്ലാത്ത രാജീവ് ചന്ദ്രശേഖരന്റെ പരിപാടിയിലേക്ക് സണ്ണി ജോസഫിന്റെ സഹോദരൻ പോയത് തന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണോ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അല്ല എന്ന് പറയേണ്ടി വരും. അവിടെ തീർത്തും അത് പൊളിറ്റിക്കലായി നടത്തിയ ഒരു പരിപാടിക്കുള്ളിൽ എന്തിനാണ് സണ്ണി ജോസഫിനെ പോലെ KPC അധ്യക്ഷന്റെ സഹോദരനോടെ പോകുന്നത്? അതിന്റെ ആവശ്യം എന്തായിരുന്നു? അപ്പൊ ഇതിനകത്ത് എവിടെയോ പൊളിറ്റിക്കലായ ഒരു മാറ്റം, രാഷ്ട്രീയമായ ഒരു ചുവട് മാറ്റം നമുക്ക് അവിടെ ദർശിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിന്റെ മറുപടി പറയാനുള്ള ഉത്തരവാദിത്തം ശരിക്കും സണ്ണി ജോസഫിനുണ്ട്. കാര്യം സണ്ണി ജോസഫ് എന്ന് പറയുന്ന വെറും ഒരു ബ്രാഞ്ച് കമ്മിറ്റിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മണ്ഡലം കമ്മിറ്റി അംഗമല്ല. സണ്ണി ജോസഫ് എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ്. സംസ്ഥാന നേതാവ് എന്നതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിയെ മുഴുവൻ നയിക്കുന്ന ഒരു നേതാവാണ്, അധ്യക്ഷനാണ്. അപ്പോൾ ആ അധ്യക്ഷന്റെ സഹോദരൻ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് മറുപടി പറയേണ്ടത് ഇദ്ദേഹം തന്നെയാണ്, സണ്ണി ജോസഫ് തന്നെ പറയണം. എന്തിനാണ് സഹോദരൻ പോയത്? ആ സഹോദരന്റെ ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ എന്തായിരുന്നു ലക്ഷ്യം? അവിടെ എന്തൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോക്കിന്റെ പിന്നിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കാൻ ബാധ്യതപ്പെട്ട ഒരാളാണ് സണ്ണി ജോസഫ്. അപ്പൊ അത്തരത്തിലുള്ള രാഷ്ട്രീയ ചോദ്യങ്ങൾ അവിടെ ഉയരാം. പിന്നെ ഈ സഹോദരന്റെ പോക്കിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശൈല ടീച്ചർക്കെതിരായി പേരാവൂരിൽ സണ്ണി ജോസഫ് മത്സരിക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും വലിയൊരു രാഷ്ട്രീയ ആയുധം തന്നെയാണ്. ഇനി ഇതല്ല, സണ്ണി ജോസഫിന്റെ അറിവോട് കൂടി അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്ന, അതായത് പേരാവൂർ മണ്ഡലത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു ഡീലിന്റെ ഭാഗമായിട്ടാണോ ഈ ഷാജി ആ അദാലത്തിൽ പങ്കെടുത്തത് എന്നുകൂടി കേരളത്തിലെ ജനങ്ങൾ അറിയണം. കാര്യം എന്താണ്? അവിടെ ഇതുവരെ പേരാവൂരിൽ താൻ വിജയിക്കുമെന്ന് കരുതിക്കൊണ്ടിരുന്ന സണ്ണി ജോസഫിന് കിട്ടിയ ഇരുട്ടടിയാണ് ശൈല ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം. ശൈല ടീച്ചർ അവിടേക്ക് വരുമ്പോൾ ശൈല ടീച്ചർ തോൽപ്പിച്ചിട്ടുണ്ട്, ശരിയാണ്. ശൈല ടീച്ചർ അവിടെ ജയിച്ചിട്ടുണ്ട് പേരാവൂരിൽ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ശൈല ടീച്ചർ എന്ന് പറയുന്ന മട്ടന്നൂരിൽ നിന്ന് ഏറ്റവും അധികം ഭൂരിപക്ഷത്തിൽ നിയമസഭയിലേക്ക് എത്തിയ ആ ഒരു നേതാവ് അവിടെ മത്സരിക്കുമ്പോൾ, പേരാവൂരിൽ മത്സരിക്കുമ്പോൾ തീർച്ചയായും അതിൽ സണ്ണി ജോസഫിന് ഭയമുണ്ട്. ഭയമില്ല എന്നത്ര പറഞ്ഞാലും ഭയമുണ്ടെന്നേ. ആ ഭയത്തിന്റെ ഭാഗമായി ഇവിടെ BJP സംസ്ഥാന അധ്യക്ഷനുമായി നടത്തിയ കൂടിക്കാഴ്ച ദുരൂഹമാണ് എന്ന് സംശയിക്കേണ്ടി വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് മറ്റെന്തോ രാഷ്ട്രീയമായ ഉള്ളുകളി ഉണ്ടെന്ന് സാധാരണക്കാര് ആയ ജനങ്ങൾ വിശ്വസിച്ചാൽ അവരെ തെറ്റു പറയാൻ പറ്റില്ല. അതാണ് ഇതിനകത്തിലെ വേറൊരു ഒളിഞ്ഞു കിടക്കുന്ന ഒരു രാഷ്ട്രീയം നമ്മൾ പറയത്തില്ലേ, ആ രാഷ്ട്രീയ ലക്ഷ്യം ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടോ എന്നുള്ള കാര്യം പറയേണ്ടതുണ്ട്. ഇതിനെല്ലാം അൾട്ടിമേറ്റായി മറുപടി പറയേണ്ടത് സണ്ണി ജോസഫ് തന്നെയാണ്. സഹോദരൻ അങ്ങോട്ട് പോയതിനെ കുറിച്ചും പോയതിൽ നടന്ന ചർച്ചകളെ കുറിച്ചും എല്ലാം മറുപടി പറയണം. അല്ലെങ്കിൽ ഇതൊരു വലിയ രാഷ്ട്രീയ പ്രീണന നയമായി തന്നെ കേരളം വിലയിരുത്തും എന്നുള്ള കാര്യം തീർച്ചയാണ്.